അപ്പോൾ ഇതാ ഞാൻ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അമ്മ ഡെയിലി അമ്പലത്തിൽ പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയുടെ കൂടെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന്. കുറേ ദിവസങ്ങളായി ഒന്ന് അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്ന് പോവുകയാണ്. അമ്മ ഡെയിലി നടന്നിട്ടാണ് പോവുക. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അമ്പലത്തിലേക്ക്. പക്ഷെ രാവിലെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലോങ് ഒന്നും തോന്നത്തില്ല, വേഗം എത്തും. അപ്പോൾ ഇതാ നല്ല തണുപ്പുണ്ട്. എങ്ങനെയോ ഞാൻ കുളിച്ചതാണ് രാവിലെ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അമ്മ ഞാനുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ അമ്മ 6 മണിയാകുമ്പോഴത്തേക്ക് പോകും. ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ പോകുമ്പോൾ നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതാ നല്ലൊരു വയലിൻ്റെ ഒരു പ്രതീക്ഷയും കൂടിയാണ്. അപ്പം അത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമ്പലമൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതാ മെയിൻ റോഡ് എത്തിയിട്ടുണ്ട്. അപ്പം ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര വണ്ടികളൊക്കെ കുറവാണ്. ഈ ഒരു രാവിലത്തെ ടൈം ആയിട്ടാണ് ആ ഒരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലം എത്തി. നമുക്ക് കഴിക്കാനുള്ള വഴിപാടുകളൊക്കെ ഷീട്ടാക്കി അമ്പലത്തിൽ നന്നായി തൊഴുതു. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു അമ്പലം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഓരോ പ്രദക്ഷിണം വയ്ക്കുന്നതിനും അമ്മ ഡെയിലി പോകുന്ന ആളായതുകൊണ്ട് അതിൻ്റെ എത്രയാണ് ഒരു പ്രതിഷ്ഠയ്ക്ക് എത്രയാണ് വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് അറിയാം. അതൊക്കെ വെച്ചു. അപ്പം എനിക്ക് ഭയങ്കര നല്ലൊരു കാംനെസ് തോന്നി. അപ്പോൾ ഞാൻ ഈ വന്നിരിക്കുന്ന അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ലക്ഷ്മി നരസിംഹ വാമന ക്ഷേത്രമാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ സ്റ്റേജാണത്. അപ്പം ഞങ്ങൾക്ക് പ്രസാദം തരുമ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയുന്നുണ്ട് വൈകുന്നേരം 7 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. തിരുവാതിര ആയതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കൊഴിയുന്ന അതിനുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നോക്കട്ടെ, ഞാൻ അരീക്കോട് പോകുന്നതിന് മുന്നേ നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ വരുന്ന വഴിക്കില്ലേ ഹോട്ടൽസൊക്കെ തുറക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പം അവിടെ നിന്നൊരു ചേട്ടൻ നന്നായി ഇങ്ങനെ പഴംപൊരി എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അഹിമോന് രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ എപ്പോൾ പുറത്തേക്ക് പോയാലും അവൻ എന്തെങ്കിലും വേണം. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ മിഠായി വാങ്ങി കൊടുക്കേണ്ട, ഒരു കടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു കടി വാങ്ങി വെച്ചതാണ് കേട്ടോ. അതാണ് കടലാസിൽ പൊതിഞ്ഞത്. അപ്പോൾ ഇത് അമ്മ അവിടുന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ചിക്കൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ മഞ്ഞിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ട ഏരിയ ആണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. നല്ലൊരു വയൽ പ്രദേശമാണ്. അപ്പോൾ ഇതാ ഞങ്ങളതൊക്കെ കഴിഞ്ഞു ഇതാ വീട്ടിലേക്ക് നടന്നെത്തുമ്പോൾ ഒരാളിതാ മുറ്റത്ത് നിന്നിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ എണീച്ചിട്ടൊക്കെ ഉണ്ട്. ഷൈജേട്ടനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലേ ഞാൻ അമ്മേൻ്റെ ഫോട്ടോ അവിടുന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.